السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى والصلاة والسلام على سيدنا المصطفى وعلى آله وصحبه أهل الصدق والوفاء أما بعد. ഏറ്റവും സ്നേഹധന്യരായ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മൾ നിർവഹിച്ച സകല സൽക്കർമ്മങ്ങളും പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. വരുന്ന ദിനരാത്രങ്ങളിലും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ പറഞ്ഞുപോയ സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ പലരും രോഗികളാണ്. അല്ലാഹു അവർക്കൊക്കെ പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. ഇനിയും ഒരുപാട് കാലം ആരോഗ്യത്തോടുകൂടെ ആഫിയത്തോടുകൂടെ സൽക്കർമ്മങ്ങൾ ചെയ്ത് സന്തോഷകരമായി ജീവിക്കാൻ അല്ലാഹു അവർക്കും നമുക്കൊക്കെ മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സഹോദരന്മാരെ, പരിശുദ്ധമായ റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മുടെ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. പരിശുദ്ധമായ റമളാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ദിനരാത്രങ്ങളെ 3 ഭാഗങ്ങളായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ആദ്യ ദശകം അവ്വലുഹു റഹ്മ, റഹ്മത്തിന്റെ 10 ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ. രണ്ടാമത്തെ ദശകം ഔസത്തുഹു മഗ്ഫിറ, രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10, പാപമോചനത്തിന്റെ 10. അതിന്റെ അന്ത്യദശകം ഇത്ഖും മിനന്നാർ, ആഖിറുഹു ഇത്ഖും മിനന്നാർ, ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനത്തെ 10 നരകമോചനത്തിന്റെ 10. വിശ്വാസി സമൂഹമായ നമ്മൾ പരിശുദ്ധമായ റമളാനിലൂടെ റഹ്മത്തിന്റെ 10 കടന്ന് മഗ്ഫിറത്തിന്റെ 10 കടന്ന് അവസാനം ഇത്ഖും മിനന്നാർ, നരകമോചനത്തിന്റെ 10ലൂടെയാണ് നമ്മൾ ഈ പരിശുദ്ധമായ നോമ്പിനെ സമാപ്തി കുറിക്കുന്നത്. ഈ 3 10കളും പരസ്പര ബന്ധങ്ങളുണ്ട്. റഹ്മത്തിന്റെ 10, അതിൽ പരമാവധി ഇബാദത്തുകൾ ചെയ്ത് അല്ലാഹുവിൽ നിന്നുള്ള റഹ്മത്ത് നമുക്ക് ലഭ്യമായാൽ മാത്രമാണ് രണ്ടാമത്തെ 10ലെ മഗ്ഫിറത്ത്, പാപമോചനം നമുക്ക് ലഭ്യമാകുന്നത്. പാപമോചനം ലഭ്യമായാൽ മാത്രമാണ് ഇത്ഖും മിനന്നാർ സാധ്യമാകുന്നത്. പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാതെ നമ്മുടെ ഹൃദയത്തിൽ പാപക്കറകളോടുകൂടെ സ്വർഗപ്രവേശനം നമുക്ക് അസാധ്യമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ 3ഉം ലഭിക്കാൻ നമ്മൾ ഓരോരുത്തരും അതീവമായി പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പരിശ്രമശാലികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരമാവധി ഇബാദത്തുകൾ ചെയ്ത് 3 10നെയും ധന്യമാക്കാൻ അല്ലാഹു നമുക്കൊക്കെ ആഫിയത്തും ഹിമ്മത്തും ഖുവത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ 10 നേരത്തെ പറഞ്ഞതുപോലെ അവലുഹു റഹ്മ, പരിശുദ്ധമായ റമളാനിന്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ റഹ്മത്തിൻ്റെതാണ്. അല്ലാഹുവിൽ നിന്നുള്ള ആ റഹ്മത്ത്, കാരുണ്യം അടിമകളായ നമ്മളിലേക്ക് കണക്കില്ലാതെ വർഷിച്ചു കൊണ്ടിരിക്കുന്ന ദിനരാത്രങ്ങളാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 114 സൂറത്തുകളെ സംവിധാനിച്ചിട്ടുണ്ട്. ആ 114 അധ്യായങ്ങളിലൂടെയും ആവർത്തിച്ചാവർത്തിച്ച് വന്ന ഒരു ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം? അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നു. എങ്ങനത്തെ അല്ലാഹുവാണ്? ആ അല്ലാഹുവിന്റെ വിശേഷണങ്ങളെ പറ്റി പറഞ്ഞെടുത്ത് അർ-റഹ്മാനിർ റഹീം എന്നാണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ പേര് പോലും അല്ലാ എന്നുള്ളത് ഒരു തവണ മാത്രമാണ് ആ ബിസ്മിയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ ആയത്തിൽ 2 തവണ അല്ലാഹുവിന്റെ റഹ്മത്തിനെ പറ്റി പറഞ്ഞു. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ വിശ്വസിച്ചവർക്കും അവിശ്വസിച്ചവർക്കുമായ എല്ലാ ആളുകൾക്കും അല്ലാഹു കരുണ ചെയ്യുമെന്നാണ്. റഹീം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഇബാദത്തുകൾ ചെയ്ത് ധന്യമായ ആളുകൾക്ക് നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ ചെയ്യും.
അതാണ് അർ റഹ്മാൻ അർ റഹീം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം. പരിശുദ്ധമായ ഖുർആനിൽ 114 സൂറത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 114 തവണയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആവർത്തിച്ചു വന്നത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിന്റെ ശിക്ഷയേക്കാൾ, അള്ളാഹുവിന്റെ കോപത്തേക്കാൾ മികച്ചു നിൽക്കുന്നത് അള്ളാഹുവിന്റെ റഹ്മത്താണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ ഒട്ടുമിക്ക ആയത്തുകളിലൂടെയും ഒന്ന് നമ്മൾ കണ്ണോടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, എത്രയോ സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ശിക്ഷയെപ്പറ്റി, കോപത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതലായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവിടുത്തെ റഹ്മത്തിനെ പറ്റിയാണ്, അവിടുത്തെ കാരുണ്യത്തെ പറ്റിയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ കാരുണ്യം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തിലൂടെ നമുക്കിങ്ങനെ കാണാൻ കഴിയും, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അവിടുത്തെ സമൂഹം തമ്മിലുണ്ടായ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി സീനാ പർവ്വതത്തിലേക്ക് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു ചെന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قال عذابي أصيب به من أشاء ورحمتي وسعت كل شيء فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖാല അദാബി ഉസീബു ബിഹി മൻ അശാ, എന്റെ കോപം, എന്റെ ശിക്ഷ അത് ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് കൊടുക്കുക. പക്ഷേ വറഹ്മതി വസിഅതു കുല്ല ശൈ, എന്റെ കാരുണ്യം അത് എല്ലാവർക്കുമായി ഞാൻ നൽകുന്നതാണ്. അവിടെ നിശ്ചിത ആളുകളില്ല. ഈ ഭൂമി ലോകത്ത് വിശ്വസിച്ച ആളുകളാണെങ്കിലും അവിശ്വസിച്ച ആളുകളാണെങ്കിലും ഏതൊക്കെ ആളുകളുണ്ടോ, അള്ളാഹുവിനെതിരെ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അള്ളാഹുവിനെ ചീത്ത പറയുന്നവരാണെങ്കിലും അള്ളാഹുവിന്റെ നിഅമത്തുകൾ കണ്ട് അതിന് ശുക്ർ പറയാതെ അള്ളാഹുവിനെ നിന്ദിച്ച് നടക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഏതൊക്കെ ആളുകളുണ്ടോ, അവർ മതമെന്നില്ല, ഏത് മതക്കാരാണെങ്കിലും ഏത് ആളുകളാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഈ ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് റഹ്മത്ത് ചൊരിയുന്നതാണ്. അതാണ് അല്ലാഹു പറയുന്നത്, വറഹ്മതി വസിഅതു കുല്ല ശൈ, എന്റെ റഹ്മത്ത് അത് എല്ലാവർക്കുമായി ഞാൻ നൽകുന്നതാണ്. എന്നിട്ട് അതിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുതൂന അസ്സകാത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. മറ്റൊരു ഭാഗം അല്ലാഹു റഹ്മത്തിനെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ റഹീം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വിശേഷണം ഈ ഭൂമി ലോകത്ത് അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹു പറഞ്ഞതനുസരിച്ച് ആരൊക്കെ ജീവിച്ചാൽ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് റഹ്മത്ത് ചൊരിയുന്നതാണ്. ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് അനുസൃതമായി ജീവിച്ച ആളുകൾ തഖ്വയുള്ളവരാണ്. ആ തഖ്വയുള്ളവർക്ക് നാളെ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുന്നു. മാത്രമല്ല വയുതൂന സകാത്ത്, അല്ലാഹു നിർബന്ധമാക്കിയ സകാത്ത് കൊടുക്കുന്ന ആളുകൾ, ആ സകാത്ത് കൊടുക്കുന്നവർക്കും നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്ത് സാധ്യമാകുന്നതാണ്. വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് നമ്മിൽ വിശ്വസിച്ചവരായ മുഅ്മിനീങ്ങളായ ആളുകളുണ്ടല്ലോ, ആ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ റഹ്മത്ത് ചൊരിയുന്നതാണ്. ആ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും, അല്ലാഹു സുബ്ഹാനഹു വ തആല 100 റഹ്മത്തുകളെ സൃഷ്ടിച്ചു. അതിലെ ഒരു റഹ്മത്ത് മാത്രമാണ് ഭൂമി ലോകത്തേക്ക് അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത്. ആ റഹ്മത്ത് കൊണ്ടാണ് ഫബിഹാ യതആതഫൂന വബിഹാ യതറാഹമൂൻ,
ഇവിടെയുള്ള മനുഷ്യവർഗമാണെങ്കിലും ജിന്നുവർഗമാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ജന്തുക്കളാണെങ്കിലും ഏതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായിട്ടുണ്ടോ അവരെല്ലാം പരസ്പരം കരുണയോടുകൂടെ പരസ്പരം സ്നേഹത്തോടുകൂടെ കഴിഞ്ഞുകൂടുന്നത് ആ അള്ളാഹു സംവിധാനിച്ച 100 റഹ്മത്തിൽ നിന്ന് ഈ ഭൂമി ലോകത്തേക്ക് ഇറക്കിയ ഒരേ ഒരു റഹ്മത്തിൽ നിന്ന് മാത്രമാണ്. ആ റഹ്മത്ത് കൊണ്ടാണ് മനുഷ്യരായ നമുക്കൊക്കെ പരസ്പരം കാണുമ്പോൾ ഒരു സ്നേഹം, എന്തെങ്കിലും ബുദ്ധിമുട്ടിലാക്കപ്പെട്ടാൽ നമ്മുടെ മനസ്സിന് വല്ലാത്ത നൊമ്പരമുണ്ടാകുന്നത്, ഏതെങ്കിലും പാവപ്പെട്ട ആളുകളെ കാണുമ്പോൾ അവനെ സഹായിക്കുവാനുള്ള മനസ്സ് വരുന്നത്, ഏതെങ്കിലും ആളുകൾ കൈനീട്ടി നമ്മുടെ അടുക്കലേക്ക് യാചിച്ചു വരുമ്പോൾ നമ്മുടെ അടുത്തുള്ള വല്ലതും എടുത്ത് അവർക്ക് കൊടുക്കുവാനുള്ള ഒരു മനസ്സ് വരുന്നത് ആ കരുണ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ സന്നിവേശിപ്പിച്ചത് കൊണ്ടാണ്. മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നു, സ്നേഹം പങ്കുവെക്കുന്നു. മൃഗങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ എല്ലാവരും സ്നേഹത്തോടുകൂടെ ഒത്തൊരുമയോടുകൂടെ കഴിഞ്ഞുകൂടുന്നത് അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ്. ആ റഹ്മത്തില്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്നേഹമോ ഇങ്ങനെ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ കൊടുക്കൽ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പങ്കുചേരൽ ഇതൊന്നും നമ്മളിൽ ഉണ്ടാവുകയില്ല എന്നാണ്. ഈ റഹ്മത്ത് നമ്മൾ നിലനിർത്താനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. മനുഷ്യരായ നമ്മളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്നിവേശിപ്പിച്ച ഈ റഹ്മത്ത് നമ്മളിൽ നിന്ന് എടുത്തു പോകുന്നതാണ് സമീപകാലങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത്. എത്രയോ ക്രൂരമായ കൊലപാതകങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ഉമ്മയുടെ ഉദരത്തിൽ പിറന്നവനെ പോലും കത്തികൊണ്ട് കുത്തി മലർത്തി വീഴുന്ന എത്രയോ സംഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പരസ്പരം സഹോദരന്മാർക്കിടയിൽ ഈ കരുണയും സ്നേഹവും അത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. മാതാപിതാക്കൾക്കിടയിൽ, മക്കൾക്കിടയിൽ ഈ ഒരു സ്നേഹം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഈ കരുണയുടെ സന്ദേശം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഈ കരുണ, ഈ ഒരു സ്നേഹം ഇത് നമ്മളിൽ നിലനിൽക്കണം. അത് നിലനിർത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഹബീബന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിലൂടെ നമുക്കിങ്ങനെ കാണാൻ കഴിയും. അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭ്യമാകണമെങ്കിൽ, സൃഷ്ടാവിൽ നിന്നുള്ള റഹ്മത്ത് നമുക്ക് ലഭ്യമാകണമെങ്കിൽ സൃഷ്ടികൾ തമ്മിൽ ഒരു കാരുണ്യവും ഒരു സ്നേഹവും ഒരു സഹാനുഭൂതിയും ഒക്കെ നിലനിർത്തേണ്ടതുണ്ട്. പരസ്പരം നമ്മുടെ സഹോദരന്മാർക്കിടയിൽ ഒരു സ്നേഹമുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എത്രയോ വിശ്വാസത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ കൂടേണ്ടവരാണ് അവർ. പക്ഷേ അവർക്കിടയിൽ അകൽച്ചയും വിദ്വേഷവും വെറുപ്പും കൊലപാതകങ്ങളും അധികരിച്ച കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യന്മാർക്കിടയിൽ സ്നേഹബന്ധങ്ങൾ ഉണ്ടാകണം, മനുഷ്യർക്കിടയിൽ റഹ്മത്തുണ്ടാകണം, കാരുണ്യമുണ്ടാകണം. എന്നാൽ മാത്രമാണ് അള്ളാഹുവിൽ നിന്നുള്ള കരുണ നമുക്ക് ഓശാരമായി നമ്മുടെ മേൽ ചൊരിഞ്ഞു തരികയുള്ളൂ. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമി ലോകത്തുള്ളവരോട് നിങ്ങൾ കരുണയോടുകൂടെ വർത്തിച്ചാൽ ആകാശലോകത്തുള്ളവർ നിങ്ങൾക്ക് കരുണ ചൊരിഞ്ഞു തരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ, ഇവിടെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഹദീസിനെ നാം ഒന്ന് വിശദീകരണം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പറഞ്ഞത്, ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, എന്നാൽ വാനലോകത്തുള്ളവർ നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്നാണ്. ഇവിടെ ഇന്ന ആളുകൾ എന്ന് പറഞ്ഞില്ല. നിങ്ങൾ മുസ്ലിമീങ്ങളോട് മാത്രം കരുണ കാണിക്കൂ, എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന് പറഞ്ഞില്ല. ഏത് മതക്കാരനാണെങ്കിലും, ഒരു മുസ്ലിം ആവട്ടെ അമുസ്ലിം ആകട്ടെ, മതമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, ഏത് ആളുകളാണെങ്കിലും അവിടെ മനുഷ്യർ എന്ന് മാത്രം പ്രത്യേകം പറഞ്ഞിട്ടുമില്ല. ജീവജാലകങ്ങൾ, അള്ളാഹുവിന്റെ സൃഷ്ടികളായി മനുഷ്യരുണ്ട്, മറ്റു ജീവികളുണ്ട്. എല്ലാവരിലേക്കും നമ്മുടെ കരുണയുടെ ആ കൈനീട്ടം എത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് നമുക്ക് ലഭ്യമാവുകയുള്ളൂ. മനുഷ്യർ തമ്മിൽ പരസ്പരം വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തിക്കൊണ്ട്, അവർക്കിടയിൽ സ്നേഹബന്ധങ്ങളില്ലാതെ, അവർക്കിടയിൽ കാരുണ്യമില്ലാതെ, അവർക്കിടയിൽ റഹ്മത്തിന്റെ പ്രവർത്തനങ്ങളില്ലാതെ അള്ളാഹുവിൽ നിന്ന് ഒരിക്കലും നമ്മൾ കരുണ പ്രതീക്ഷിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് റഹ്മത്തിന്റെ ഈ 10 ഓശാരമായി അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മളിലേക്ക് വർഷിച്ചു വീഴുമ്പോൾ ആ റഹ്മത്ത് വാരിക്കൂട്ടുവാനും അതിൽ അംഗമാവാനും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി
നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യരോട് മാത്രമല്ല, മനുഷ്യർക്കിടയിൽ സ്നേഹവും കരുണയും റഹ്മത്തും ഇല്ലാതെയായി പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ മനുഷ്യരോട് മാത്രമല്ല നമ്മൾ കരുണ ചെയ്യേണ്ടത്, മൃഗങ്ങളോട് പോലും കരുണയോടുകൂടെയുള്ള പ്രവർത്തനം നമ്മളിൽ ഉണ്ടാകണം. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു സംഭവം, ഞങ്ങളൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ഒരു യാത്ര പുറപ്പെട്ടു. അന്നേരം നബി തങ്ങളുടെ ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി. ഞങ്ങളാണെങ്കിൽ അവിടെ കുറച്ച് ചുറ്റിത്തിരിഞ്ഞു. അങ്ങനെ ഒരു പക്ഷിയെ ഞങ്ങൾക്ക് കാണാനിടയായി. ആ പക്ഷിയോട് കൂടെ ചെറിയ 2 കുഞ്ഞുങ്ങൾ ആ പക്ഷിയുടെ കൂടെയുണ്ട്. ഞങ്ങൾ ചെന്നുകൊണ്ട് ആ പക്ഷിയുടെ കൂടെയുള്ള 2 ചെറിയ കുരുവി കുഞ്ഞുങ്ങളെ ഞങ്ങൾ പിടിച്ചു വെച്ച സങ്കടം താങ്ങവയ്യാതെ ആ തള്ളപ്പക്ഷിയെ വാനലോകത്തിലൂടെ വട്ടമിട്ട് പറന്ന് ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ദുഃഖം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് ആവശ്യപൂർത്തീകരണം കഴിഞ്ഞുകൊണ്ട് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുവഴി കടന്നു വരുന്നത്. നബി തങ്ങൾ പറഞ്ഞു, എന്താണ് സംഭവം? അന്നേരം സ്വഹാബികൾക്കിടയിൽ അവരുടെ കയ്യിൽ 2 കുഞ്ഞുങ്ങളുണ്ട്. നബി തങ്ങൾക്ക് മനസ്സിലായി ഇത് ഈ തള്ളപ്പക്ഷിയുടെ കുഞ്ഞുങ്ങളെ ഇവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. നബി തങ്ങൾ ഗൗരവത്തോടു കൂടെ പറഞ്ഞു, റുദ്ദൂ വലദഹാ ഇലൈഹാ. ആ തള്ളപ്പക്ഷിയുടെ കുഞ്ഞുങ്ങളെ പിടിച്ചു വെച്ചുകൊണ്ട് ആ പക്ഷിക്ക് നിങ്ങൾ വിഷമമുണ്ടാക്കരുത്, ദുഃഖമുണ്ടാക്കരുത്, പ്രയാസമുണ്ടാക്കരുത്, ഉടനെ തന്നെ തിരിച്ചേൽപ്പിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. സഹോദരന്മാരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ പക്ഷിയെ, അതിന്റെ കുഞ്ഞുങ്ങളെ തടഞ്ഞു വെച്ചാൽ ആ തള്ളപ്പക്ഷിക്കുണ്ടാകുന്ന എത്രമാത്രം ഒരു വേദനയുണ്ട്. അതുപോലെ തന്നെയല്ലേ നമ്മുടെ മക്കളെ വേറെ ആരെങ്കിലും പിടിച്ചു വെച്ചാൽ, തടഞ്ഞു വെച്ചാൽ, ആക്രമിച്ചാൽ, കൊലപ്പെടുത്തിയാൽ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു നൊമ്പരം, പ്രയാസം എത്ര വലുതാണ്. നമ്മെപ്പോലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും മറ്റു ജീവജാലങ്ങൾക്കും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ മറ്റൊരു സംഭവം, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു കഥ. ഒരിക്കൽ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വല്ലാത്ത ദാഹം അനുഭവപ്പെടുകയുണ്ടായി. ആ വഴിയോരത്തൊരു കിണർ കണ്ടു. ആ കിണറിൽ അദ്ദേഹം ഇറങ്ങി അദ്ദേഹത്തിന്റെ ദാഹമൊക്കെ ശമിപ്പിച്ചു, വെള്ളം കുടിച്ചു. അദ്ദേഹം മേലോട്ട് കയറി. കഷ്ടപ്പെട്ട് മേലോട്ട് കയറിയപ്പോഴാണ് ഒരു നായ നിൽക്കുന്നു. ആ നായക്കും കഠിനമായ ദാഹം അനുഭവപ്പെട്ടിട്ടുണ്ട്. ദാഹം സഹിക്കവയ്യാതെ ആ നായ മണ്ണിങ്ങനെ കപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലെ മണ്ണിങ്ങനെ കപ്പിക്കൊണ്ടിരിക്കുകയാണ് ആ നായ. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, എനിക്ക് പിടിപെട്ടതുപോലെയുള്ള വല്ലാത്തൊരു ദാഹം ഈ നായക്കും പിടിപെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ആ ഒരു സഹോദരന്റെ മനസ്സിൽ കാരുണ്യത്തിന്റെ പ്രവർത്തനം മനസ്സിൽ വരികയാണ്. അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒന്നും നോക്കിയില്ല. അദ്ദേഹത്തിന്റെ നഷ്ടങ്ങളോ അദ്ദേഹത്തിന്റെ പരാജയങ്ങളോ ഒന്നും നോക്കാതെ ആ കിണറിലേക്ക് തന്നെ വീണ്ടും ഇറങ്ങുകയാണ്. വീണ്ടും ഇറങ്ങി ആ കിണറ്റിൽ നിന്ന് വെള്ളം ശേഖരിക്കുകയാണ്. നായക്ക് കൊടുക്കാൻ ശേഖരിക്കാൻ പറ്റുന്ന പാത്രം അദ്ദേഹത്തിന്റെ കയ്യിലില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ഷൂ ഉണ്ടായിരുന്നു. ആ ഷൂ എടുത്തുകൊണ്ട് അതിൽ വെള്ളം നിറച്ച് കടിച്ച് പിടിച്ച് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് മേലോട്ട് കയറി ആ നായക്ക് വെള്ളം കൊടുത്തു എന്നാണ്. ആ നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫശക്കറല്ലാഹു ലഹു, അല്ലാഹു ആ മനുഷ്യനിക്ക് നന്ദി ചെയ്യുകയാണ്. ഫഗഫറ ലഹു, ആ മനുഷ്യന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ എല്ലാ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകുകയാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു ജീവിയുടെ ദാഹം അകറ്റിയപ്പോഴേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനിക്ക് നന്ദി രേഖപ്പെടുത്തി. ഫഗഫറ ലഹു, ആ മനുഷ്യന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ സകല പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പ് നൽകി എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ഒരു വേശ്യയായി ജീവിച്ച ഒരു സഹോദരി, ആ സഹോദരിയുടെ ചരിത്രവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ സഹോദരിയും ഇതുപോലെ നടന്നു പോകുമ്പോൾ നായയെ കണ്ടപ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരി നായക്ക് കൊടുത്തത് കാരണത്താൽ ആ വേശ്യയായി ജീവിച്ച ആ സഹോദരിയുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ സകലമാന തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകി കൊടുത്തു എന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, കരുണയുടെ
ദിനരാത്രങ്ങളാണ് അവസാനിക്കാൻ പോകുന്നത്. പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് വന്ന് അതിന്റെ പകുതിയോളം കഴിഞ്ഞു. ഇനി പകുതിയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പകുതിയുള്ള ദിവസങ്ങളെങ്കിലും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിന്റെ റഹ്മത്ത് വാരിക്കൂട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് നിങ്ങളോട് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവികളോട് കാണിച്ച കരുണയും വാത്സല്യവും എത്രയാണ്. പ്രത്യേകിച്ച് വളരെ ചൂട് കഠിനമായ സമയമാണ്. നമ്മുടെ വീടുകളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ കുടിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ച് സജ്ജീകരിച്ചു വെച്ചാൽ അതിൽ വരെ നമുക്ക് കൂലിയുണ്ട്. എത്ര പക്ഷികളാണ്, എത്ര മൃഗങ്ങളാണ് അതിൽ വന്ന് കുടിച്ചു പോയത്. അതിനനുസരിച്ച് എണ്ണമില്ലാത്ത പ്രതിഫലം, കണക്കില്ലാത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. ചെറിയ ചെറിയ നിസാരമായി നമ്മൾ കാണുന്ന പ്രവർത്തനങ്ങൾക്ക് വലിയ വലിയ കൂലികളുണ്ട് എന്നാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദയാലുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വാത്സല്യനാണ്. ഒരിക്കലും തന്നെ പരുഷ സ്വഭാവത്തോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പെരുമാറുന്നില്ല. അല്ലാഹു വളരെ സ്നേഹത്തോടുകൂടെ മാത്രമാണ് പെരുമാറുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വീക്ഷിക്കുന്നുണ്ട്. അല്ലാഹു അറിയുന്നുണ്ട്. എത്ര ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ പോലും അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂലി നൽകുന്നുണ്ട്. ഒരു അണുമണിത്തൂക്കം വരുന്ന നന്മ മാത്രമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നുണ്ട്. അതിന് അല്ലാഹു കൂലി നൽകുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒരിക്കൽ ഒരു യാചകൻ കടന്നു വന്നു. ആ യാചകൻ കടന്നു വന്നപ്പോൾ മഹാനവർകൾ ഒരു ഈത്തപ്പഴം എടുത്തുകൊണ്ട് ആ യാചകൻക്ക് സമ്മാനിക്കുകയുണ്ടായി. അത് ചെറുതായി പോയതിന്റെ പേരിൽ യാചകൻ അത് സ്വീകരിക്കാൻ വിസമ്മതിച്ചു പോയി. അന്നേരം ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹോദരാ, ഒരു അണുമണിത്തൂക്കം പോലും നന്മ ചെയ്താൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. പിന്നെന്താണ് അങ്ങ് സ്വീകരിക്കാത്തത് എന്നാണ്. അപ്പൊ അല്ലാഹു നമ്മോട് കൂടുതൽ കരുണ ചെയ്യുന്നവനാണ്. എത്ര നന്മകൾ നമ്മൾ ചെയ്യുന്നെങ്കിലും അല്ലാഹു അത് സ്വീകരിക്കുമെന്നാണ്. ഈ കരുണയുടെ പത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹവും കരുണ വായ്പും നമ്മൾ നിലനിർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.